ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ബ്രെഡും ചിക്കനും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ട്ലറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ വേവിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 300 ഗ്രാംസോളം ചിക്കൻ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. ഞാനിപ്പോൾ 2 വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എരിവാണെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കഴിക്കത്തേ ഇല്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ചപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വെന്തതിന് ശേഷം ആ ചിക്കൻ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദാ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കനും മസാലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഇതിൽ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയിൽ ഉപ്പ് ചേർത്തു. ഞാൻ അതുകൊണ്ടാണ് പിന്നീട് ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് വേണം, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, പിന്നെ ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡ് കട്ട് ചെയ്തത് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയാണ് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബ്രെഡിൽ ഒരെണ്ണം എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല, എന്നാലേ ബ്രെഡ് നന്നായിട്ട് നനഞ്ഞിട്ടും ഉണ്ടാവണം. അപ്പോൾ ബ്രെഡ് പിഴിഞ്ഞിട്ട് അതിലെ വെള്ളമൊക്കെ ഇതുപോലെ കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ 1-2 സ്പൂണ് അതിന് നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ സൈഡ് കൊണ്ട് ചിക്കൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളത് കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയെടുത്താലും മതി. ഇപ്പം ഞാനിതിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ അധികം ഷേപ്പൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിലായി കിട്ടും. ഞാനിപ്പോൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. റോള് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ടൊന്ന് ആവണം. അപ്പോൾ ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ മുട്ടയിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലൊരു ഷേപ്പിലും ആയി കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ ഷേപ്പൊന്നും ആയില്ല എന്ന് ഓർത്തൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ബ്രെഡ് ക്രംസിലൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് ഷേപ്പൊക്കെ ആയി കിട്ടും.
അപ്പോൾ നമ്മൾ റെഡിയാക്കിയത് മുഴുവനും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതിന് മുമ്പേ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താണല്ലോ. അപ്പം ഇതിന് മുകളിലായിട്ട് കൂടുതലായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈമൊന്നും വേണ്ട. രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇതിനുള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫില്ലിംഗ് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്